ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തക്കാളി മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തക്കാളി മുറുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് 3 തക്കാളി, 3 വറ്റൽമുളക്, കാശ്മീരി മുളകാണ് ചേർത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ എരിവും ഉണ്ടാകും, കുറച്ച് കളറും കിട്ടും. ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ ഇതുപോലെ തൊലിയെല്ലാം പൊട്ടി വരും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. നല്ല ചൂടുണ്ട്. കുറച്ച് തണുത്ത ശേഷം തൊലി കളഞ്ഞെടുത്താൽ മതി. ഇനി ഇത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത്, വറ്റൽമുളകും കഷ്ണങ്ങളാക്കി മിക്സി ജാറിൽ ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ വെള്ളത്തിലേക്ക് 1 കപ്പ് പത്തരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, നൂൽപ്പിട്ടിൻ്റെ എല്ലാം പൊടി. ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. തീ ഓഫ് ചെയ്ത ശേഷം പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. അരച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വെക്കാം. വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നുറുക്കുണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂ. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കായപ്പൊടിയും, എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നുറുക്കുണ്ടാക്കുന്ന സമയത്ത് നന്നായി വരുള്ളൂ. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നുറുക്കുണ്ടാക്കുന്ന അച്ചിലേക്ക് ഇത് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. നല്ലോണം ഉള്ളിൽ എണ്ണ തടവി കൊടുത്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പിടിക്കും ഉള്ളിൽ. ഇനി മാവ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത്, ഞാൻ വാഴ ഇലയാണ് എടുക്കുന്നത്. വാഴ ഇലയിൽ കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. ഇതിങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതലായിരിക്കും മാവിൽ. അങ്ങനെയാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. ചുറ്റിക്കുന്ന സമയത്ത് കുറച്ച് കട്ടി ഉറപ്പുണ്ടെങ്കിൽ മാവ് കുറച്ച് കട്ടിയായിരിക്കും. ആ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നും കൂടെ കുഴച്ചെടുത്താൽ മതി. ഇത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിപ്പോകുന്നൊന്നുമില്ല. ഇതുപോലെ മുഴുവനും പിരിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവുമ്പം ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി കൈ കൊണ്ടിടാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ തവിയിലെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ കയ്യിൽ കണ്ണൊന്നും തെറിക്കൂല. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് അടിവശം മുരിഞ്ഞ് വരുമ്പം മറിച്ചിട്ട് കൊടുത്തിട്ട് 2 വശവും മൂപ്പിച്ച് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തക്കാളി മുറുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല രുചിയും ക്രിസ്പി ആയിട്ടുള്ള തക്കാളി മുറുക്ക് റെഡിയായി. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. മുഴുവനും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം.
ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുറുക്ക്. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.